ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേകമായ പഠന പരമ്പര റോമാലേഖനത്തിൽ നിന്നുള്ളതാണ്. ഇന്ന് നാം 85-ാമത്തെ അവതരണത്തിലാണ്. റോമാലേഖനം അപ്പോസ്തലനായ പൗലോസിലൂടെ നൽകപ്പെടുന്ന അതിപരിശുദ്ധമായ വിശുദ്ധമായ ദൈവിക സത്യങ്ങൾ. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വേദഭാഗങ്ങളാണ് നമ്മുടെ ചിന്തയിൽ ഇന്ന് നാം സ്വീകരിച്ചിരിക്കുന്നത്. അബ്രഹാമിൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുക. വിശ്വാസികളുടെ പിതാവായി അറിയപ്പെട്ട അബ്രഹാമിൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. വിശ്വാസത്താലുള്ള നീതീകരണമെന്ന പഠന വിഷയം അവതരിപ്പിക്കുമ്പോൾ നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ ആവശ്യപ്പെടുന്നതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 25 വരെയുള്ള വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം നാം ചിന്തിക്കുന്നത്. റോമലേഖനം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് കാണിച്ചു തന്നു. അതിൻ്റെ 3-ാം വാക്യപ്രകാരം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. നമ്മോട് ഒരു വെല്ലുവിളി പോലെ ആവശ്യപ്പെടുകയാണ് 12-ാം വാക്യത്തിൽ അതേ അധ്യായത്തിൽ. പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടത് തന്നെ. അബ്രഹാമിൻ്റെ വിശ്വാസം അനുകരിക്കുവാൻ, അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ നമ്മോടും ഒരു വെല്ലുവിളി പോലെ ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ ഈ വേദഭാഗങ്ങൾ ആദ്യമായി പൗലോസ് പരാമർശിക്കുന്നത് യഹൂദന്മാരോടാണ്. പക്ഷേ ഇതിൻ്റെ പ്രായോഗികത എല്ലാവർക്കും ഉള്ളതാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം എല്ലാവർക്കും ആവശ്യമായുള്ള വിശ്വാസത്തിൻ്റെ മാതൃകയാണ്. എന്താണ് അബ്രഹാമിൻ്റെ വിശ്വാസത്തെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് അതിൻ്റെ ആശയം? എന്താണ് അതിൻ്റെ അർത്ഥം? കാരണം റോമാലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ അബ്രഹാമിൻ്റെ വിശ്വാസം അത് എപ്രകാരമുള്ള സ്വഭാവമുള്ളതാണെന്ന് വിശദീകരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പഠനത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, പരിശോധിക്കാൻ പോകുന്നത് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രകൃതി എന്താണ്, സ്വഭാവം എന്താണ്. നാം മുന്നോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ വിശ്വാസമാണ് ദൈവം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. അബ്രഹാമിന് ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസം, ആ വിശ്വാസം നമ്മുടെ വിശ്വാസത്തിൻ്റെ മാതൃകയായിരിക്കണം. 17-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെയുള്ള വായന നമുക്കൊന്ന് നടത്താം. റോമർ 4. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിൻ്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരളിച്ചിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജ്ജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പം അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന വിഷയം നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യമായി നമ്മൾ കാണുന്നത് അബ്രഹാമിൻ്റെ വിശ്വാസം ദൈവമെന്ന വ്യക്തിയിലായിരുന്നു. ദൈവമെന്ന വ്യക്തിയിൽ അർപ്പിച്ചതായിരുന്നു വിശ്വാസം. അബ്രഹാമിൻ്റെ വിശ്വാസം ദൈവത്തിലായിരുന്നു. ഇപ്പം പൗലോസ് അപ്പോസ്തലൻ തിരുവെഴുത്തിൽ നിന്ന് വ്യക്തമായി ഉറപ്പ് തരികയാണ്. ഈ 17-ാം വാക്യത്തിൻ്റെ അവസാന പ്രകാരം അവിടെ 16-ാം വാക്യം അവസാനിപ്പിച്ചതിന് ശേഷം 17-ാം അധ്യായം തുടങ്ങുമ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചത് ഇപ്രകാരമാണ്, അതോടെ വ്യക്തമായി പറയുന്നു. അങ്ങനെയുള്ള അബ്രഹാമിൻ്റെ മക്കളായി തീരുവാനാണ്, ആ പാത പിന്തുടരുവാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചു എന്നതിൽ നാം വളരെയധികം അടിവരയിട്ട് ചിന്തിക്കണം. ദൈവത്തിൽ അബ്രഹാമിൻ്റെ വിശ്വാസം അർപ്പിച്ചു. അബ്രഹാം ദൈവവിശ്വാസിയായിരുന്നു. അപ്പോൾ ഈ വേദഭാഗത്തിൽ 2 സത്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അബ്രഹാം ദൈവത്തെക്കുറിച്ച് വിശ്വസിച്ച്, ഒന്ന്, ദൈവത്തിന് മരിച്ചവരെ ജീവിപ്പിക്കാനും, 2, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കാനും കഴിയുന്നവൻ. ഈ വിധത്തിലുള്ള ഒരു അടിയുറച്ച വിശ്വാസം അബ്രഹാമിൻ്റെ ദൈവത്തെക്കുറിച്ചുണ്ടായിരുന്നു. മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കാൻ കഴിയും. പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു വിധത്തിൽ അബ്രഹാമിൻ്റെ സാറയുടെ ശരീരം മരിച്ച അവസ്ഥയിലാണ്, നിർജീവ അവസ്ഥയിലാണ്. അത് 17-ാം വാക്യത്തിൽ തന്നെ കാണാം. മരിച്ചവരെ പോലെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കും. മരണകരമായ അവസ്ഥയാണ് തൻ്റെ ശരീരത്തിലും സാറയുടെ ശരീരത്തിലും. ആ ശരീരത്തിലാണ് ജീവൻ ഉണ്ടാകേണ്ടത്. ഈ ഏകദേശം മരിച്ച ഇവരുടെ ശരീരത്തിന് ദൈവം ജീവൻ പകർന്നു. അവരിലൂടെ ഒരു ശിശുവിനെ കൊണ്ടുവന്നു. അത് വ്യക്തമായും തീർച്ചയായും അത്ഭുതം തന്നെയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുന്നൊരു സംഭവമുണ്ട്. 22-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം. അവിടെ അബ്രഹാം തനിക്ക് ഇസ്ഹാക്ക് എന്ന മകനെ ലഭിച്ചതിന് ശേഷം ആ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ ദൈവം
ആവശ്യപ്പെട്ട പ്രകാരം യാഗം കഴിക്കാൻ തയ്യാറായി. ഏകദേശം അബ്രഹാമിൻ്റെ കാഴ്ചപ്പാടിൽ ഇസാക്ക് മരിച്ചവനായി മാറി. ദൈവത്തിനായി യാഗം കഴിക്കുന്ന തൻ്റെ മകൻ, ആ മകനെ ദൈവം തിരിച്ചു കൊടുത്തു. അതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ വ്യക്തമായി പറയും. അവൻ്റെ 11-ാം അധ്യായം 19-ാം വാക്യത്തിൽ എബ്രായ ലേഖനത്തിൽ ഇപ്രകാരമാണ് അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പരാമർശിച്ച് എബ്രായ ലേഖനം എഴുതിയത്. അവിടെ പറയുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ അബ്രഹാമിന് വ്യക്തമായി ഉറപ്പുണ്ടായിരുന്നു ദൈവത്തിൽ നിന്ന്, ഈ എൻ്റെ മകനെ യാഗം കഴിച്ചാലും ദൈവം തിരിച്ചു തരുവാൻ ദൈവം ശക്തനാണ്. കാരണം ഈ മകനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് വാഗ്ദാനങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവം. കൂടാതെ ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗം 25-ാമത്തെ വാക്യത്തിലും കർത്താവ് യേശുവിനെ പരാമർശിച്ചത് പറയും, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാണ്. അപ്പോൾ ഈ ദൈവം മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്നവനാണ്. ആ വിശ്വാസം അബ്രഹാമിനെ മുന്നോട്ട് നയിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിന് മരിച്ചവരെ പോലും ജീവിപ്പിക്കാൻ കഴിയും. മരണകരമായ അവസ്ഥയിൽ നിന്നും ജീവൻ കൊണ്ടുവരാൻ കഴിയും. പ്രത്യാശയില്ലാത്ത അവസ്ഥയിൽ നിന്നും പ്രത്യാശ നൽകിത്തരാൻ കഴിയും. ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടവനാണ്. പക്ഷേ അബ്രഹാം മറ്റൊരു അത്ഭുതം ഇതുവരെ കണ്ടിട്ടില്ല. മരിച്ചവരെ ജീവിപ്പിക്കുന്നൊരു അത്ഭുതം അബ്രഹാം കണ്ടിട്ടില്ല. എങ്കിലും അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ദൈവത്തിന് മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവൻ നൽകാൻ കഴിയുന്നവനാണ്. അത് അബ്രഹാമിൻ്റെ ഉറച്ച വിശ്വാസമായിരുന്നു. ദൈവത്തിന് കഴിയും, കാരണം ദൈവമാണ്. മരിച്ച അവസ്ഥയിൽ നിന്ന്, തകർന്നടിഞ്ഞ അവസ്ഥയിൽ നിന്ന്, പ്രത്യാശയില്ലാത്ത നിസ്സഹായമായ അവസ്ഥയിൽ നിന്ന് പ്രത്യാശ നൽകാൻ, പ്രത്യാശയുടെ പുതുനാമ്പ് മുളയ്ക്കുവാൻ ദൈവം ഇടവരുത്തുമെന്ന്. മാത്രമല്ല അബ്രഹാം വിശ്വസിച്ച മറ്റൊരു കാര്യം, ദൈവത്തിന് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയും. ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉള്ളതുപോലെ അതിനെ കൊണ്ടുവരാൻ കഴിയും. അത് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച മറ്റൊരവസ്ഥയാണ്. അബ്രഹാമിനോട് ദൈവം സംസാരിക്കുമ്പോൾ ദൈവം വ്യക്തമായി പറഞ്ഞു, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും, നിൻ്റെ പേർ വലുതാക്കും. ഇതൊന്നും അന്നുണ്ടായിരുന്നില്ല, അതെല്ലാം അതേപോലെ സംഭവിച്ചു. അബ്രഹാമിനോട് ദൈവം നൽകിയ വാഗ്ദാനങ്ങളെല്ലാം ആ സമയത്ത് ഇസ്ഹാക്കുണ്ടായില്ല. ഇല്ലാതിരുന്ന ഇസ്ഹാക്കിനെ ദൈവം വിളിച്ചു വരുത്തിയതുപോലെ ഇസ്ഹാക്കിനെ കൊടുത്തു. നിന്നെ ഒരു വലിയ ജനതയാക്കി ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. അത് സംഭവിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കിക്കൊണ്ട് വരുമ്പോൾ അബ്രഹാമിന് നൽകിയ വാഗ്ദാനം അപ്രകാരമായിരുന്നു. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞത്, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നതിനെ ശപിക്കും. ഇതെല്ലാം ഇല്ലാത്ത അവസ്ഥയാണ്. അതിനെല്ലാം സംഭവിപ്പിച്ച ദൈവം മാത്രമല്ല, അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾ, ആത്മീക സന്തതി പരമ്പരകൾ, അതായത് ക്രിസ്ത്യാനികളും ദൈവം വിളിച്ചു വരുത്തി. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ നമുക്കറിയാം, കർത്താവ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേക്കുന്ന നാം എല്ലാവരും അബ്രഹാമിൻ്റെ സന്തതികളായി മാറുന്നു എന്നുള്ളതിനെക്കുറിച്ച്. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാണ്. അപ്പോൾ അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദാനങ്ങളൊക്കെ ഇല്ലാതിരുന്നൊരവസ്ഥയിൽ ദൈവം എല്ലാം വിളിച്ചു വരുത്തുകയാണ്. ഇവിടെ പറയുന്ന മറ്റൊന്നുമല്ല, അബ്രഹാമിനെ സംബന്ധിച്ച് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിച്ചതുപോലെയാണ്. അതിൽ പിന്നെ സംശയത്തിൻ്റെ കാര്യമില്ല. ദൈവം ഒരു കാര്യം വാഗ്ദാനം ചെയ്താൽ, ഒരു കാര്യം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് അതിനകത്ത് പിന്നെ സംശയമില്ല. അത് വ്യക്തമായി സംശയമില്ലാതെ വണ്ണം അത് വിശ്വസിക്കുന്നു. അബ്രഹാം അങ്ങനെ വിശ്വസിച്ചു. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസം ശ്രദ്ധിക്കുക, അബ്രഹാമിൻ്റെ അല്ല. അബ്രഹാമിൻ്റെ വിശ്വാസം അബ്രഹാമിൻ്റെ വിശ്വാസത്തിലുമല്ല. അബ്രഹാമിൻ്റെ വിശ്വാസം അബ്രഹാമിലും അല്ല. അബ്രഹാമിൻ്റെ വിശ്വാസം അബ്രഹാമിൻ്റെ വിശ്വാസത്തിലുമല്ല, ദൈവത്തിലാണ്. നമ്മളെല്ലാവരും കർമ്മത്തിൽ കൂടുതൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട്, പ്രവൃത്തിയിൽ കേന്ദ്രീകരിക്കപ്പെട്ടവരായതുകൊണ്ട് നാം ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നാം വിശ്വസിക്കും. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമുണ്ടെന്നുള്ള ധാരണ, അത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി, അതിലല്ല നാം വിശ്വസിക്കേണ്ടത്. വിശ്വാസം ചിലപ്പോൾ ബലഹീനമാകും. ഇതിൽ തന്നെ 19-ാം വാക്യത്തിൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ, വിശ്വാസത്തിങ്കൽ ക്ഷീണിച്ചു പോയ വിശ്വാസം. കൂടാതെ 20-ാം വാക്യത്തിൽ വിശ്വാസത്തിൽ ശക്തിപ്പെടുന്ന വിശ്വാസം വളരേണ്ടതുണ്ട്. അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്തെ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. അപ്പോൾ വിശ്വാസം വളരുകയാണ്, വളർത്തേണ്ട വിശ്വാസമാണ്, ബലം കൂടേണ്ടതാണ്. ചിലപ്പോൾ വിശ്വാസം അല്പവിശ്വാസം എന്ന് പറയുന്നുണ്ട്. മത്തായി 14:31, 16:8 കർത്താവ് യേശു പറഞ്ഞ അല്പവിശ്വാസി. മത്തായി 8:10-26 വലിയൊരു വിശ്വാസം. യാക്കോബ് 2:17 മരിച്ച വിശ്വാസം. യാക്കോബ് 2:26 ജീവനുള്ള വിശ്വാസം. ഇപ്പോൾ വിശ്വാസം ഇങ്ങനെ പല അവസ്ഥകളിലും കടന്നു പോകും. നാം നമ്മുടെ വിശ്വാസത്തിലല്ല വിശ്വസിക്കേണ്ടത്. അപ്പോൾ നീതീകരണമായി സംബന്ധിച്ച് ബന്ധപ്പെടുമ്പോൾ ഗുണത്തിലോ ബലത്തിലോ അല്ല, അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ. അതിൻ്റെ ഊന്നൽ എവിടെയാണ്, വിശ്വാസത്തിൻ്റെ ഊന്നൽ എവിടെയാണ് എന്നുള്ളതാണ് പ്രാധാന്യം. അത് ദൈവത്തിലായിരിക്കണം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ബാക്കി നമുക്ക് അടുത്ത ദിവസം തുടരാം.
ഈ വിഷയം മനസ്സിലാക്കാൻ നമ്മൾ കടന്നു പോകുന്ന യാത്രയിൽ ഒരു വലിയൊരു ഗർത്തം, വലിയൊരു പിളർപ്പ് നേരിടുന്ന അവസ്ഥ വന്നു. നാം അതിനെ മറികടന്ന് അപ്പുറത്തെത്തണം. 3 മാർഗമാണ് അപ്പുറത്തെത്താൻ വേണ്ടിയുള്ളത്. ഒന്ന്, നമുക്ക് ഇത് ചാടി അപ്പുറത്ത് കിടക്കാൻ ശ്രമിക്കാം. അങ്ങനെ ചാടാൻ ശ്രമിക്കുമ്പോൾ നാം നമ്മിൽ ആശ്രയിക്കുന്നു, നമ്മുടെ കഴിവിൽ ആശ്രയിക്കുന്നു. പക്ഷെ നാം ചാടും, ആ കുഴിയിൽ വീണു പോകും. രണ്ടാമത്തെ മാർഗം, മുകളിൽ ഒരു കയറ് കെട്ടാം. ഈ കയറ് കെട്ടി കയറിൽ തൂങ്ങി അപ്പുറത്തെത്തുവാനായിട്ട് ശ്രമിക്കാം. അവിടെ നമുക്ക് വിശ്വാസത്തിൻ്റെ 2 ഊന്നൽ വേണ്ടി വരും. ഒന്ന്, കയറിൽ വിശ്വസിക്കണം, കയറിൽ നമ്മൾ പിടിച്ച് അപ്പുറത്ത് എത്തുമെന്നുള്ളതും വിശ്വസിക്കണം. അത് രണ്ടാമത്തെ മാർഗം. മൂന്നാമത്തെ മാർഗം, ഈ പിളർപ്പിന്, ഈ ഗർത്തത്തിന് മുകളിലൂടെ ഒരു പാലം, ഒരു തടി, നടക്കാൻ സൗകര്യമുള്ളൊരു തടി നമുക്കിടാം. അതിലൂടെ നടന്ന് അപ്പുറത്തെത്താം. ആ തടിയിലൂടെ നടക്കുമ്പോൾ, പാലത്തിലൂടെ നടക്കുമ്പോൾ ഈ പാലം നമ്മെ താങ്ങി നിർത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസമല്ല നമ്മെ സഹായിച്ചത്, ആ പാലമാണ് നമ്മെ താങ്ങി നിർത്തിയത്. ആ തടിയാണ് നമ്മെ താങ്ങി നിർത്തിയത്, നമ്മളിലുള്ള യാതൊന്നുമല്ല. അപ്പോൾ നാം ധൈര്യമായിട്ട് മറികടക്കാം, അല്ലെങ്കിൽ പേടിച്ചാണെങ്കിൽ ചുവടുകൾ വെച്ച് മറികടക്കാം. അപ്പോൾ അവിടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഗുണമല്ല, വിശ്വാസത്തിൻ്റെ വലിപ്പമല്ല നമ്മെ താങ്ങി നിർത്തിയത്, ആ പാലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അബ്രഹാമിൻ്റെ വിശ്വാസം അബ്രഹാമിലല്ല, അബ്രഹാമിൻ്റെ വിശ്വാസം അബ്രഹാമിൻ്റെ വിശ്വാസത്തിലുമല്ല. അബ്രഹാമിൻ്റെ വിശ്വാസം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണാൻ കഴിയും, അത് അപൂർണമായിരുന്നില്ല. അബ്രഹാമിൻ്റെ വിശ്വാസം ദൈവത്തിലായിരുന്നു. അതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഊന്നൽ, ഫോക്കസ് ദൈവത്തിലായിരിക്കണം. ചിലപ്പോൾ നമ്മൾ ആത്മീകമായി തകർന്ന് ബലഹീനരായി തകർന്നടിഞ്ഞ അവസ്ഥയിലാകാം. അവിടെ നാം ദൈവത്തിൽ ബലം കൊടുക്കുക, ദൈവത്തിൽ ഊന്നൽ കൊടുക്കുക. അബ്രഹാമിൻ്റെ ജഡീകമായ ശരീരം ബലഹീനമായി, മരണത്തിന് തുല്യമായി. എന്നിട്ടും അബ്രഹാം ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചു. അതേ ശരീരത്തിലൂടെ തന്നെ ദൈവം അബ്രഹാമിൻ്റെ സന്തതിയെ കൊടുത്തു. അപ്പോൾ നാമും നമ്മുടെ വിശ്വാസം വെക്കേണ്ടത് ദൈവത്തിലായിരിക്കണം. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവം. അപ്പോൾ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ദൈവം എന്ന വ്യക്തിയിൽ വിശ്വസിച്ചു. തന്നിലല്ല, തൻ്റെ വിശ്വാസത്തിലല്ല, തൻ്റെ ആത്മീയ പ്രകടനത്തിലല്ല, തൻ്റെ വേഷത്തിലല്ല, തൻ്റെ അറിവിലല്ല, ദൈവത്തിൽ. നമ്മുടെ വിശ്വാസം വെക്കേണ്ടത് ദൈവത്തിലായിരിക്കണം. വിശ്വാസം ദൈവത്തിൽ വെച്ചുകൊള്ളുവീൻ എന്ന് പത്രോസും ആവശ്യപ്പെടും. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ സ്വഭാവം, ഒന്നാമത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, രണ്ടാമത് ഇതിലെ ശക്തിയിൽ വിശ്വസിച്ചു. അത് നമുക്ക് അടുത്ത അവതരണത്തിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. മറക്കരുത്, വിശ്വാസം ദൈവത്തിൽ വയ്ക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മിലല്ല, നമ്മൾ തികവുള്ളവരല്ല, പൂർണ്ണതയുള്ളവരല്ല, നമ്മുടെ പ്രകടനങ്ങളും യോഗ്യമല്ല. ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.